ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഓഫ് ക്യാമ്പസ് എന്ന സീരീസിൻ്റെ റിവ്യൂ ആണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ റിവ്യൂ നേരത്തെ ഇട്ടതാ. ഒരു എപ്പിസോഡിൻ്റെ മാത്രം റിവ്യൂ ആണ് ഞാൻ ഇട്ടത്. കാരണം എനിക്കിത് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒന്ന് മുഴുവൻ കാണാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണുക, എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഇടുക. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എല്ലാ എപ്പിസോഡും കൂടെയും കണ്ടു കഴിഞ്ഞിട്ട് ഒരുമിച്ചിടാം. അതായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് അത് വർക്കായില്ല. കാരണം എനിക്ക് വർക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കാരണം വീട്ടിലെത്തുമ്പോൾ തന്നെ വൈകും. അപ്പം എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കണ്ട് ഇടാൻ എന്തായാലും കുറേ ടൈം എടുക്കും. അതിനെക്കാട്ടും നല്ലത് ഞാൻ ഓരോ എപ്പിസോഡ് കണ്ടിട്ട് ഇടുന്നതാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് എപ്പിസോഡ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത്. സ്പോയിലേഴ്സ് ഞാൻ കുറച്ച് പറയുള്ളൂ. ലൈക്ക് സ്റ്റോറി ഞാൻ പറയില്ല. അവരുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റൻഷൻ വൈസ് ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. സോ ഐ ലൈക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓവറോൾ ഈ ഒരു സീരീസിനെ പറ്റി എന്താണ് തോന്നുന്നതെന്ന് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സീസൺ ഫസ്റ്റിൽ എപ്പിസോഡ് 2 നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട്. എനിക്ക് പേഴ്സണലി ഈ പെണ്ണിൻ്റെ ഒരു ഇൻറ്റൻഷനോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല. ലൈക്ക് ഒരു ഫേക്ക് ബോയ് ഫ്രണ്ടിനെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരാളെ വളക്കാൻ നോക്കുന്ന ഒരു പരിപാടി. അത് പേഴ്സണലി ഒരു ബോയ്സിൻ്റെ വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈക്ക് പൊസിഷൻ അല്ല ആ ഒരു ചെക്കൻ്റെ സോണിൽ നിന്ന് ആലോചിച്ചാൽ. പിന്നെ ഈ ചെക്കനും അത് ഹാംഫുൾ ആണ്, അവനും അത് ഹാംഫുൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം എനിക്കത് പേഴ്സണലി യോജിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. അപ്പം അതിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ബാഡ് ഫോർ യു. കാരണം എങ്ങനെയായിരിക്കും അത് നമ്മൾ രണ്ട് ബോയ്സിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ. ഒന്ന് ഫേക്കായിട്ട് കാണിക്കുന്നവനും ഒന്ന് ജലസായിട്ട് വരുന്നവനും. രണ്ടുപേരും നല്ല കഷ്ടപ്പാടാണ്. ഒന്നവന് കിട്ടുന്നില്ല, കിട്ടിയവനും കിട്ടുന്നില്ല, കിട്ടാത്തവനും കിട്ടുന്നില്ല, കിട്ടിയവനും കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പം അത് ഭയങ്കര ഒരു ടഫ് പൊസിഷനാണ്. അപ്പോൾ ബേസിക്കലി ഗേൾസ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് വളരെ സങ്കടപരമായ ഒരു പൊസിഷനാണ് ആണുങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ. ലൈക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ലൈക്ക് ശരിക്കും എടുത്ത് പറയണമെന്നുണ്ട്. ബട്ട് പറയുമ്പോൾ അവരുടെ ഈഗോ അവരെ സമ്മതിക്കില്ല. അത് കാരണം ഞാൻ പോണോ അവൾ വരുമോ. അപ്പോൾ അങ്ങനത്തെ ഒരു സോണിലാണ് പേഴ്സണലി ഇങ്ങനത്തെ ഒരു കാര്യത്തിനെയൊക്കെ ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. പറയാൻ തന്നെ പാടാണ്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് ഇവർ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കല്ലുകടിയാണ് ഇതിങ്ങനെ പോകുന്നത്. പക്ഷെ അവർ കുറച്ച് തമാശ രീതിയിലൊക്കെ കുറച്ച് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയുടെ ഫ്രണ്ടിനെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ പെൺകുട്ടി ഓക്കെ, ഈ പെൺകുട്ടിയുടെ ചുറ്റിപ്പറ്റിയാണ് സ്റ്റോറി, ഈ പുള്ളിക്കാരുടെ സ്റ്റോറിയാണ് മെയിനായിട്ട് കാണിക്കുന്നതെങ്കിലും എൻ്റെ കൂട്ടുകാരി കുറച്ചും കൂടി ഫണ്ണാണ്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടറിനാണ്. കുറച്ചുകൂടി ഫണ്ണാണ്, കുറച്ചുകൂടി ബബ്ലിയാണ്, കാരിസ്മാറ്റിക് ആണ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു പോസിറ്റീവ് ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി, ആ കൂട്ടുകാരുടെ പേഴ്സണാലിറ്റി. ബട്ട് കൂട്ടുകാരി കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങൾ, എസ്പെഷ്യലി പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ടായിട്ട് അവരുടെ ഒരു മേ ബി ഒരു ബ്രേക്കപ്പ് ഭാവിയിൽ വരുന്ന എപ്പിസോഡുകൾ ഉണ്ടാവാം. കാരണം അത് അവർ സെറ്റ് ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അവർ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ആകുന്നില്ല. ലൈക്ക് ആ ഒരു ബന്ധം നീയും തമ്മിലുള്ളത് ബോറിംഗ് ആയിട്ട് തുടങ്ങി. എനിക്ക് സെയിം കാര്യങ്ങൾ ചെയ്ത് ഒരു മടുപ്പ് തോന്നി. അപ്പോൾ ആ ഒരു സംഭവം കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം ഒരു റിലേഷൻഷിപ്പ് തകർക്കാൻ പറ്റും. ലൈക്ക് പ്രഡിക്റ്റബിൾ ആകുന്നത് ഒരു റിലേഷൻഷിപ്പിനെ എത്രയും ബോറിംഗ് ആക്കുന്നുള്ളതും അത് ആ ഒരു സംഭവം വളരെ നന്നായിരുന്നു. അത് പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടിയും എൻ്റർടൈനിങ് ആണ്. കുറച്ചും കൂടിയും എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. ലൈക്ക് അവരുടെ ഇമോഷൻസ് ആയിട്ടാണ് കൂടുതൽ എനിക്ക് പേഴ്സണലി കണക്ട് ആയത്. മെയിൻ ക്യാരക്ടർ എനിക്ക് കുറച്ച് ലൈക്ക് ആക്ടിങ് വൈസ് ആണോ എന്നറിയില്ല, അത്ര കണക്ഷനായിട്ട് തോന്നിയില്ല.
പക്ഷെ ആ പുള്ളിക്കാരി ആ ഫ്രണ്ടിന്റെ ക്യാരക്ടറായിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാനും അതൊക്കെ പെട്ടെന്ന് കണക്ട് ആകാൻ പറ്റി പെട്ടെന്ന്. ലൈക്ക് അവരുടെ സ്റ്റോറി പെട്ടെന്ന് ഓക്കെ, അവരുടെ പ്രശ്നം എന്താന്ന് ഏകദേശം പെട്ടെന്ന് എളുപ്പത്തിൽ കണക്ട് ആയി. പക്ഷെ ഈ ഒരു പെണ്ണിന്റെ ഒരു പാസ്റ്റ് ഉണ്ട്, അത് ഇപ്പോഴും റിവീൽ ആയിട്ടില്ല. റിവീൽ എന്തായാലും ആകും, ബട്ട് ഈ പെണ്ണായിട്ട് അധികം കണക്ഷൻ തോന്നുന്നില്ല. ഈ ഒരു ചെക്കൻ പിന്നെയും നല്ല സ്വഭാവമുള്ളൊക്കെയാണ്, കുറച്ച് അച്ചടക്കവും ഉണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ വേറെ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിലും ആ ഒരു സംഭവം കൊള്ളാം. ആ ഒരു ചെക്കൻ്റെ ഡിസിപ്ലിനും ചെറുപ്പത്തിലെ മുതലേ ഒരു എയിം ഉണ്ടായിരുന്നു, ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്, അച്ഛൻ ഇങ്ങനെയാണ് എന്നെ ആക്കിയത്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആ ഒരു സ്റ്റോറി അവർ തമ്മിൽ ആ ഒരു ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞ കഥയൊക്കെ അതൊക്കെ വളരെ സ്വീറ്റ് ആയിട്ട് തോന്നി. ആ ഒരു മോമെന്റ് വളരെ സ്വീറ്റ് ആയിരുന്നു അവർ തമ്മിലുള്ളൊരു ആ ഒരു അവര് ഇത്രയും നാൾ നമുക്ക് ഇത്രയും നാളല്ല ഇത്രയും നേരം ഒരു ഷാലോ പോലെയാണ് തോന്നുന്നത് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി. ബട്ട് ഇവരെ കൂടുതൽ അറിയുന്നതോറും ഇവർ മനുഷ്യനാണെന്ന് കുറച്ചും കൂടി ലൈക്ക് ഒരു ഷോ പോലെയല്ല, ലൈക്ക് ഓൺലി പട്ടി ഷോ മാത്രമല്ല. സ്റ്റിൽ ലൈക്ക് ആ ചെക്കൻ തുടക്കത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയത്. ബട്ട് ഇപ്പൊ അവന് കുറച്ചും കൂടി ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നി, കുറച്ച് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് തോന്നി. രണ്ടുപേർക്കും കുറച്ചും കൂടി ഡെപ്ത് ആഡ് ചെയ്യാൻ ഈ സ്റ്റോറിയിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ സോങ്സ് അടിപൊളിയാണ് കേട്ടോ, ബട്ട് ഒരു സ്റ്റോറി വൈസ് ഇവർ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓൺലി ഫ്ലാഷി സീൻസ് ആൻഡ് പാർട്ടി, അടിപൊളി ഡാൻസ്, പിന്നെ ആ പെണ്ണ് വന്ന് ഡാൻസ് കളിക്കുക. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് പുറത്തുണ്ട്, ബട്ട് സ്റ്റിൽ വേറെ തന്നെ ഡാൻസ് കളിക്കുക. ബട്ട് ഷീ സെഡ് നോ, അത് നന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു വിയോജിപ്പൊക്കെ എനിക്കുണ്ടെങ്കിലും ഈ ഒരു സീനുകൾ മാത്രമല്ല ഈ ഒരു എപ്പിസോഡുകളിൽ സംഭവിക്കുന്നതും ഈ ഒരു സീരീസിൽ സംഭവിക്കുന്നതും. അവർ ഡീപ്പായിട്ട് കണക്റ്റ് ആവുന്ന കുറച്ച് സ്റ്റോറി ലൈൻസും അതും പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസും എല്ലാം വളരെ പ്ലാൻ ചെയ്ത് ലൈക്ക് സ്റ്റോറിയിൽ തന്നെയും അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുന്ന രീതിയിലും അവർ ഐ മൂവ്മെൻ്റ് ആണെങ്കിലും അവർ കെട്ടിപ്പിടിക്കുമ്പോഴും അവരുടെ കൈ പോകുന്നു അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് കോറിയോഗ്രാഫ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനൊരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. നോട്ട് ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്താണെങ്കിലും നിങ്ങൾ എന്ത് സ്റ്റോറി പറയുകയാണെങ്കിലും അതിൽ ഒരു ജെന്യുവനായിട്ട് ഒരു ട്രൈ, ഓക്കെ ഞങ്ങളൊരു കെമിസ്ട്രി ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിലും ഒരു സ്റ്റോറി എഴുതാണെങ്കിലും അതിൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ള എഫേർട്ട് കാണാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി ഈ ഒരു സീരീസിൽ കാണുന്നുണ്ട്. സോ എപ്പിസോഡ് 2 തീരുമ്പോൾ തന്നെ ഒരു സ്ട്രോങ് സംഭവം തന്നെയാണ് ഇവർ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. അതൊരു വലിയൊരു പ്ലസ് ആണ്. നമുക്ക് അവസാനം ചെറിയൊരു ലൈക്ക് എപ്പിസോഡ് 2ൻ്റെ അവസാനം നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നും ഈ ചെക്കനോട്. ലൈക്ക് അവൻ ഫേക്കായിട്ട് തുടങ്ങിയത് ഇപ്പൊ നമ്മൾ ഗോഡ് ഫാദർ പടം കണ്ടില്ല, അതേപോലെയൊക്കെ തന്നെ മുകേഷിന്റെ അവസ്ഥ. ഫേക്കായിട്ട് തുടങ്ങിയത് തന്നെ ഇപ്പൊ ഭയങ്കര റിയലായിട്ട് തുടങ്ങി അവന് അവൾ പറഞ്ഞ പാട്ടാണ് കേൾക്കുന്നത്. അവൻ്റെ ബേസിക്കലി യുനോ ഇതാണ് ഫേക്കായിട്ട് ഒന്നും നടക്കില്ല. ഫേക്കായിട്ട് നമുക്ക് ലവ് കാണിക്കാൻ പറ്റില്ല. അത് അത് റിവേഴ്സ് സൈക്കോളജി പോലെ നമ്മുടെ തലക്കടിക്കും. അതാണ് ബേസിക്കലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇത് സ്റ്റോറി വളരെ പെട്ടെന്ന് എസ്കലേറ്റ് ആയി, അതൊരു നല്ല കാര്യമാണ് സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ. സോ ഹോപ്പ്ഫുള്ളി ഇനിയും കുറച്ചും കൂടി എൻ്റർടൈനിങ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.